ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും മലയാളി PSC യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. PSC ബുള്ളറ്റിൻ 2025 ജാനുവരി എഡിഷനിലെ കേരള 2024 എന്നുള്ള കറണ്ട് അഫയേഴ്സ് പാർട്ടാണ് നമ്മൾ ഇതുവരെ നോക്കിയിരുന്നത്. അതിൽ 2 പാർട്ടുകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് പാർട്ടാണ് ഇന്ന് അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് തുടങ്ങിയാലോ. ബഷീർ സ്മാരകമായ ആകാശമിഠായി സ്ഥാപിതമായത് ബേപ്പൂർ. ബഷീർ സ്മാരകമായ ആകാശമിഠായി സ്ഥാപിതമായത് ബേപ്പൂർ. ആയുഷ്മാൻ ഭാരത് ഹെൽത്ത് ആൻഡ് വെൽനസ് സെൻ്ററുകൾ ഏത് പേരിലാണ് ഇനി അറിയപ്പെടുക? ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ. ടാഗ്ലൈൻ എന്താണ്? ആരോഗ്യം പരം ധനം. അപ്പോൾ ആയുഷ്മാൻ ഭാരത് ഹെൽത്ത് ആൻഡ് വെൽനസ് സെൻ്ററുകൾ ഇനി അറിയപ്പെടുന്ന പേര് ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ എന്നായിരിക്കും. പ്രധാനമന്ത്രി മൻ കി ബാത്തിലൂടെ പരാമർശിച്ച കേരളത്തിലെ സംരംഭം. അപ്പോൾ കാർത്തുമ്പി കുടനിർമ്മാണമാണ് പ്രധാനമന്ത്രി മൻ കി ബാത്തിലൂടെ പരാമർശിച്ച കേരളത്തിലെ സംരംഭം. ഏതാണ്? കാർത്തുമ്പി കുടനിർമ്മാണം. അത് അട്ടപ്പാടിയിലാണ് കാർത്തുമ്പി കുടനിർമ്മാണം എന്നുള്ള സംരംഭം. 2024 സംസ്ഥാന സ്കൂൾ കലോത്സവം നടന്ന ജില്ല ഏത്? തിരുവനന്തപുരം. 2024 സംസ്ഥാന സ്കൂൾ കലോത്സവം നടന്ന ജില്ല തിരുവനന്തപുരം. 66ാമത് സംസ്ഥാന സ്കൂൾ കായികമേള 2024 നടന്ന ജില്ല എറണാകുളം. 66ാമത് സംസ്ഥാന സ്കൂൾ കായികമേള 2024 നടന്ന ജില്ല എറണാകുളം. 2024 വർഷത്തെ ശാസ്ത്രമേളയുടെ വേദി ആലപ്പുഴ. 2024 വർഷത്തെ ശാസ്ത്രമേളയുടെ വേദി ആലപ്പുഴ. സംസ്ഥാനത്തെ ഹോട്ടലുകളിൽ GST വകുപ്പ് നടത്തിയ പരിശോധന. ഓപ്പറേഷൻ ഫാനം. സംസ്ഥാനത്തെ ഹോട്ടലുകളിൽ GST വകുപ്പ് നടത്തിയ പരിശോധന ഏതാണ്? ഓപ്പറേഷൻ ഫാനം. ഹരിതകർമ്മ സേനാംഗങ്ങളുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ തത്സമയം അറിയാനുള്ള മൊബൈൽ ആപ്പ് ഹരിതമിത്രം. ഹരിതകർമ്മ സേനാംഗങ്ങളുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ തത്സമയം അറിയാനുള്ള മൊബൈൽ ആപ്പാണ് ഹരിതമിത്രം. കേരളത്തിലെ പ്രധാന നഗരങ്ങളിലെ പാർക്കിംഗ് സ്ഥല ലഭ്യത അറിയാൻ മുൻകൂട്ടി പണം അടച്ച് റിസർവ് ചെയ്യുന്നതിനായുള്ള ആപ്പ് വികസിപ്പിച്ചത് KMTA കൊച്ചി മെട്രോപൊളിറ്റൻ ട്രാൻസ്പോർട്ട് അതോറിറ്റിയാണ്. കേരളത്തിലെ പ്രധാന നഗരങ്ങളിലെ പാർക്കിംഗ് സ്ഥല ലഭ്യത അറിയാൻ മുൻകൂട്ടി പണമടച്ച് റിസർവ് ചെയ്യുന്നതിനുള്ള ആപ്പ് വികസിപ്പിച്ചത്. ലോകമെമ്പാടുമുള്ള കേരളീയ പ്രവാസികളെ ഒരു കുടക്കീഴിൽ ഒരുമിപ്പിക്കുന്ന ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ലോക കേരളം ഓൺലൈൻ പോർട്ടൽ. എന്താണ്? ലോകമെമ്പാടുമുള്ള കേരളീയ പ്രവാസികളെ ഒരു കുടക്കീഴിൽ ഒരുമിപ്പിക്കുന്ന ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ് ലോക കേരളം ഓൺലൈൻ പോർട്ടൽ. അന്താരാഷ്ട്ര തുറമുഖ സാധ്യതകൾ തുറക്കുന്ന ഇമിഗ്രേഷൻ ചെക്ക് പോയിന്റ് പദവി നേടിയ കേരളത്തിലെ തുറമുഖം കൊല്ലം തുറമുഖം. അന്താരാഷ്ട്ര തുറമുഖ സാധ്യതകൾ തുറക്കുന്ന ഇമിഗ്രേഷൻ ചെക്ക് പോയിന്റ് പദവി നേടിയ കേരളത്തിലെ തുറമുഖം ഏതാണ്? കൊല്ലം തുറമുഖം. 2024 അരുണാചൽ പ്രദേശിൽ കണ്ടെത്തിയ സസ്യത്തിന് ഏത് സസ്യശാസ്ത്രജ്ഞയുടെ പേരാണ് നൽകിയിരിക്കുന്നത്? ഡോക്ടർ EK ജാനകി അമ്മാൾ. ഡോക്ടർ EK ജാനകി അമ്മാൾ എന്നാണ് 2024 അരുണാചൽ പ്രദേശിൽ കണ്ടെത്തിയ സസ്യത്തിന് നൽകിയിരിക്കുന്ന പേര്. സസ്യശാസ്ത്രജ്ഞയായിരുന്നു ഡോക്ടർ EK ജാനകി അമ്മാൾ. 2024 ഓഗസ്റ്റ് അയ്യങ്കാളിയുടെ എത്രാമത്തെ ചരമദിനമാണ് ആചരിച്ചത്? 163ാമത് ജന്മദിനം. അപ്പോൾ 2024 ഓഗസ്റ്റ് അയ്യങ്കാളിയുടെ 161ാമത് ചരമദിനമാണ് ആഘോഷിച്ചത്. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷര നഗരം മൂവാറ്റുപുഴ എറണാകുളം. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷര നഗരം മൂവാറ്റുപുഴ എറണാകുളം. ഉപ്പേരിയും ശർക്കര വരട്ടിയും വിപണിയിൽ എത്തിക്കാൻ കുടുംബശ്രീ ആരംഭിച്ച ബ്രാൻഡ് ഫ്രഷ് ബൈറ്റ്സ്. ഉപ്പേരിയും ശർക്കര വരട്ടിയും വിപണിയിൽ എത്തിക്കാൻ കുടുംബശ്രീ ആരംഭിച്ച ബ്രാൻഡ് ഫ്രഷ് ബൈറ്റ്സ്. കേന്ദ്രമന്ത്രിയും മലയാളിയുമായ ജോർജ് കുര്യൻ ഏതു സംസ്ഥാനത്തു നിന്നാണ് രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്? മധ്യപ്രദേശ്. കേന്ദ്രമന്ത്രിയും മലയാളിയുമായ ജോർജ് കുര്യൻ ഏത് സംസ്ഥാനത്തു നിന്നാണ് രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്? മധ്യപ്രദേശ്. കേരളത്തിൽ തെരുവുനായ ആക്രമണത്തിന് ഇരയായവർക്കുള്ള നഷ്ടപരിഹാരവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ രൂപം നൽകിയിരുന്ന കമ്മിറ്റി ഏതാണ്? ജസ്റ്റിസ് S. സിരിജഗൻ കമ്മിറ്റി. അപ്പോൾ കേരളത്തിൽ തെരുവുനായ ആക്രമണത്തിന് ഇരയായവർക്കുള്ള നഷ്ടപരിഹാരവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ രൂപം നൽകിയിരിക്കുന്ന കമ്മിറ്റി ജസ്റ്റിസ് S. സിരിജഗൻ കമ്മിറ്റി. ശ്രീനാരായണ ഗുരുവിൻ്റെ എത്രാമത് ജന്മവാർഷികമാണ് 2024 ആചരിച്ചത്? 170ാമത്. അപ്പോൾ ശ്രീനാരായണ ഗുരുവിൻ്റെ എത്രാമത് ജന്മവാർഷികമാണ് 2024 ആചരിച്ചത്? 170ാമത്.
വിദ്യാർത്ഥികളിൽ സംരംഭകത്വ സംസ്കാരം വളർത്തുക എന്ന ലക്ഷ്യത്തോടെ കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വ്യവസായ വകുപ്പ് ആരംഭിച്ച പദ്ധതി ഡ്രീം വെസ്റ്റർ. വിദ്യാർത്ഥികളിൽ സംരംഭകത്വ സംസ്കാരം വളർത്തുക എന്ന ലക്ഷ്യത്തോടെ കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വ്യവസായ വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് ഡ്രീം വെസ്റ്റർ. കാസർഗോഡ് കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം CPCRI വികസിപ്പിച്ച അത്യുൽപാദന ശേഷിയുള്ള തെങ്ങിനങ്ങൾ ഏതെല്ലാമാണ്? കൽപ്പസുവർണ, കൽപ്പശതാബ്ദി. കൽപ്പസുവർണ, കൽപ്പശതാബ്ദി തെങ്ങിൻ്റെ അത്യുൽപാദന ശേഷിയുള്ള തെങ്ങിനങ്ങളാണ്. കാസർഗോഡ് കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രത്തിലാണ് ഇത് വികസിപ്പിച്ചത്. ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ ക്ഷേത്ര ചുമർചിത്രം ഒരുങ്ങുന്നത് കതിരൂർ സൂര്യനാരായണ ക്ഷേത്രം, കണ്ണൂർ. ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ ക്ഷേത്ര ചുമർചിത്രം ഒരുങ്ങുന്നത് കതിരൂർ സൂര്യനാരായണ ക്ഷേത്രം, കണ്ണൂരിലാണ്. വൈദ്യുതി ഉൽപ്പാദനത്തിനായി കാറ്റാടിയന്ത്രം സ്ഥാപിച്ച ഇന്ത്യയിലെ ആദ്യത്തെ കടുവാ സങ്കേതം പെരിയാർ ടൈഗർ റിസർവ്. വൈദ്യുതി ഉൽപ്പാദനത്തിനായി കാറ്റാടിയന്ത്രം സ്ഥാപിച്ച ഇന്ത്യയിലെ ആദ്യത്തെ കടുവാ സങ്കേതം പെരിയാർ ടൈഗർ റിസർവ്. അതിക്രമങ്ങൾക്കിരയാകുന്ന സ്ത്രീകൾക്ക് അടിയന്തര സഹായവും പിന്തുണയും ഉറപ്പാക്കുന്ന കുടുംബശ്രീയുടെ പദ്ധതി സ്നേഹിത. അതിക്രമങ്ങൾക്കിരയാകുന്ന സ്ത്രീകൾക്ക് അടിയന്തര സഹായവും പിന്തുണയും ഉറപ്പാക്കുന്ന കുടുംബശ്രീയുടെ പദ്ധതി ഏതാണ്? സ്നേഹിത. പഴങ്ങളിൽ നിന്ന് കേരള കാർഷിക സർവകലാശാല നിർമ്മിക്കുന്ന വൈൻ നിള. പഴങ്ങളിൽ നിന്ന് കേരള കാർഷിക സർവകലാശാല നിർമ്മിക്കുന്ന വൈൻ ഏതാണ്? നിള. 6ാമത് ആഗോള ആയുർവേദ ഉച്ചകോടിയുടെ വേദി കൊച്ചി. 6ാമത് ആഗോള ആയുർവേദ ഉച്ചകോടിയുടെ വേദി കൊച്ചി. വയനാട് ദുരന്തത്തിലെ സമാനതകളില്ലാത്ത രക്ഷാപ്രവർത്തനത്തെക്കുറിച്ച് പ്രസിദ്ധീകരിച്ച ഉറ്റവർ എന്ന ശാരീരിക മാനസിക വെല്ലുവിളി നേരിടുന്നവരെയും കിടപ്പ് രോഗികളെയും പരിചരിക്കുന്നവർക്ക് പ്രതിമാസം 600 രൂപ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് ആശ്വാസകിരണം. 2024 പേര് മാറ്റിയ കേരളത്തിലെ റെയിൽവേ സ്റ്റേഷനുകൾ ഏതെല്ലാം നോക്കാം. കൊച്ചുവേളി നേമം, തിരുവനന്തപുരം. നേമം ടു തിരുവനന്തപുരം സൗത്ത് റെയിൽവേ സ്റ്റേഷൻ. കൊച്ചുവേളി ടു തിരുവനന്തപുരം നോർത്ത് റെയിൽവേ സ്റ്റേഷൻ. ഇതെല്ലാമാണ് 2024 പേര് മാറ്റിയ കേരളത്തിലെ റെയിൽവേ സ്റ്റേഷനുകൾ. കൊച്ചുവേളി നേമം തിരുവനന്തപുരം. നേമം ടു തിരുവനന്തപുരം സൗത്ത് റെയിൽവേ സ്റ്റേഷൻ. കൊച്ചുവേളി ടു തിരുവനന്തപുരം നോർത്ത് റെയിൽവേ സ്റ്റേഷൻ. ഇനി അടുത്തതായിട്ട് അന്തരിച്ച സാറ എബ്രഹാം ഏതു മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ചിത്രകല. അന്തരിച്ച സാറ എബ്രഹാം ഏതു മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ചിത്രകല. ഇന്ത്യയിൽ ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടാകുന്ന 19 പ്രദേശങ്ങളുടെ പട്ടികയിൽ കേരളത്തിൻ്റെ സ്ഥാനം 6ാം സ്ഥാനം. ഇന്ത്യയിൽ ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടാകുന്ന 19 പ്രദേശങ്ങളുടെ പട്ടികയിൽ കേരളത്തിൻ്റെ സ്ഥാനം 6ാം സ്ഥാനം. 2024 കണക്കുകൾ പ്രകാരം കേരളത്തിൽ ഉരുൾപൊട്ടൽ സാധ്യതയില്ലാത്ത ഏക ജില്ല ആലപ്പുഴ. 2024 കണക്കുകൾ പ്രകാരം കേരളത്തിൽ ഉരുൾപൊട്ടൽ സാധ്യതയില്ലാത്ത ഏക ജില്ല ആലപ്പുഴ. അന്തരിച്ച ബഹുഭാഷാ പണ്ഡിതനും വിവർത്തകനും അധ്യാപകനുമായ വ്യക്തിയാണ് പ്രൊഫസർ CG രാജഗോപാൽ. അന്തരിച്ച ബഹുഭാഷാ പണ്ഡിതനും വിവർത്തകനും അധ്യാപകനുമായ വ്യക്തി പ്രൊഫസർ CG രാജഗോപാൽ.
അനധികൃതമായി നഗരത്തിലെ ഫുട്പാത്തുകൾ കയ്യേറുന്നവർക്കെതിരെ എറണാകുളം ജില്ലാ ഭരണകൂടം ആരംഭിച്ച ഓപ്പറേഷനാണ് ഓപ്പറേഷൻ ഫുട്പാത്ത്. അപ്പോൾ അനധികൃതമായിട്ട് നഗരത്തിലെ ഫുട്പാത്തുകൾ കയ്യേറുന്നവർക്കെതിരെ എറണാകുളം ജില്ലാ ഭരണകൂടം ആരംഭിച്ച ഓപ്പറേഷനാണ് ഓപ്പറേഷൻ ഫുട്പാത്ത്. സംസ്ഥാനത്തെ ആദ്യത്തെ മറൈൻ ഓഷ്യാനേറിയം നിലവിൽ വരുന്നത് കൊല്ലത്താണ്. സംസ്ഥാനത്തെ ആദ്യത്തെ മറൈൻ ഓഷ്യാനേറിയം നിലവിൽ വരുന്നത് കൊല്ലം. ഏത് സാമൂഹിക പരിഷ്കർത്താവിൻ്റെ 115ാമത് സമാധി വാർഷികമാണ് 2024 ആചരിച്ചത്? തൈക്കാട് അയ്യ. ഏത് സാമൂഹിക പരിഷ്കർത്താവിൻ്റെ 115ാമത് സമാധി വാർഷികമാണ് 2024 ആചരിച്ചത്? തൈക്കാട് അയ്യ. വയനാട് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്ന കുട്ടികളുടെ മാനസിക സംഘർഷം കുറയ്ക്കാൻ ആരംഭിച്ച പദ്ധതി കുട്ടിയിടം. അപ്പോൾ വയനാട് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്ന കുട്ടികളുടെ മാനസിക സംഘർഷം കുറയ്ക്കാൻ ആരംഭിച്ച പദ്ധതിയാണ് കുട്ടിയിടം. സർവീസ് ചട്ടങ്ങളിൽ ഭിന്നശേഷിക്കാർ എന്ന വാക്കു മാത്രമേ ഉപയോഗിക്കാവൂ എന്ന ഉത്തരവ് പുറത്തിറക്കിയ സംസ്ഥാനം കേരളം. അപ്പോൾ സർവീസ് ചട്ടങ്ങളിൽ ഭിന്നശേഷിക്കാർ എന്നുള്ള വാക്ക് മാത്രമേ ഉപയോഗിക്കാവൂ എന്നിട്ടുള്ള ഉത്തരവ് ഇറക്കിയത് കേരളമാണ്. സംസ്ഥാനത്തെ ഹീമോഫീലിയ ബാധിതരായ 18 വയസ്സിനു താഴെയുള്ള എല്ലാ കുട്ടികൾക്കും എമിസിസുമാബ് എന്ന മരുന്ന് സൗജന്യമായി നൽകുവാൻ തീരുമാനിച്ച സംസ്ഥാനം കേരളം. സംസ്ഥാനത്തെ ഹീമോഫീലിയ ബാധിതരായ 18 വയസ്സിനു താഴെയുള്ള എല്ലാ കുട്ടികൾക്കും എമിസിസുമാബ് എന്ന മരുന്ന് സൗജന്യമായിട്ട് നൽകുവാൻ തീരുമാനിച്ച സംസ്ഥാനം കേരളമാണ്. 2024 നിപ്പ വൈറസ് ബാധയെ തുടർന്ന് മരണം റിപ്പോർട്ട് ചെയ്ത ജില്ല മലപ്പുറം. 2024 നിപ്പ വൈറസ് ബാധയെ തുടർന്ന് മരണം റിപ്പോർട്ട് ചെയ്ത ജില്ല മലപ്പുറം. ഇന്ത്യയിലെ ആദ്യ ആർട്ടിസ്റ്റ് ഡാറ്റാ ബാങ്ക് പുറത്തിറക്കിയത് കേരള സംഗീത നാടക അക്കാദമി. ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിസ്റ്റ് ഡാറ്റാ ബാങ്ക് പുറത്തിറക്കിയത് കേരള സംഗീത നാടക അക്കാദമി. കേരളത്തിൽ തുടർച്ചയായി കൂടുതൽ കാലം മന്ത്രിപദവി വഹിച്ചതിൻ്റെ റെക്കോർഡ് നേടിയത് AK ശശീന്ദ്രൻ. കേരളത്തിൽ തുടർച്ചയായി കൂടുതൽ കാലം മന്ത്രിപദവി വഹിച്ചതിൻ്റെ റെക്കോർഡ് നേടിയത് AK ശശീന്ദ്രൻ. സ്വദേശി ദർശൻ പദ്ധതിയിൽ പുതുതായി ഉൾപ്പെടുത്തിയ കേരളത്തിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ വർക്കല, കുമരകം, ബേപ്പൂർ, തലശ്ശേരി. സ്വദേശി ദർശൻ പദ്ധതിയിൽ പുതുതായി ഉൾപ്പെടുത്തിയ കേരളത്തിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ വർക്കല, കുമരകം, ബേപ്പൂർ, തലശ്ശേരി. പ്രശസ്ത സാഹിത്യകാരൻ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ സ്മാരകമായ ആകാശമിഠായി നിലവിൽ വരുന്നത് ബേപ്പൂർ. പ്രശസ്ത സാഹിത്യകാരൻ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ സ്മാരകമായ ആകാശമിഠായി നിലവിൽ വരുന്നത് ബേപ്പൂർ. 2024 സെപ്റ്റംബറിൽ അന്തരിച്ച പ്രശസ്തമായിട്ടുള്ള മലയാള നടിയാണ് കവിയൂർ പൊന്നമ്മ. 2024 സെപ്റ്റംബറിൽ അന്തരിച്ച പ്രശസ്തയായ മലയാള സിനിമാ നടി കവിയൂർ പൊന്നമ്മ. ഇന്ത്യയിലെ ആദ്യത്തെ QR അധിഷ്ഠിതമായ നാണയ മെഷീൻ സ്ഥാപിച്ച നഗരം കോഴിക്കോട്. ഇന്ത്യയിലെ ആദ്യത്തെ QR അധിഷ്ഠിതമായ നാണയ മെഷീൻ സ്ഥാപിച്ച നഗരം കോഴിക്കോട്. തൃശ്ശൂരിലെ സ്വർണ്ണ വ്യാപാര മേഖലയിൽ സംസ്ഥാന GST വകുപ്പ് നടത്തിയ റെയ്ഡിന് നൽകിയ പേര് ഓപ്പറേഷൻ ടോറെ ഡെൽ ഓറോ. ഇപ്പോൾ തൃശ്ശൂരിലെ സ്വർണ്ണ വ്യാപാര മേഖലയിൽ സംസ്ഥാന GST വകുപ്പ് നടത്തിയ റെയ്ഡിന് നൽകിയ പേരാണ് ഓപ്പറേഷൻ ടോറെ ഡെൽ ഓറോ. ഏഷ്യയിലെ ആദ്യ കാർബൺ നെഗറ്റീവ് ദേശീയോദ്യാനമാകാൻ ഒരുങ്ങുന്നത് ഇരവിക്കുളം ദേശീയോദ്യാനം. ഏഷ്യയിലെ ആദ്യ കാർബൺ നെഗറ്റീവ് ദേശീയോദ്യാനമാകാൻ ഒരുങ്ങുന്നത് ഇരവിക്കുളം ദേശീയോദ്യാനം. അടുത്തതായിട്ട് 2024 ഒക്ടോബറിൽ അന്തരിച്ച പ്രശസ്ത സിനിമാ നടൻ TP മാധവൻ. 2024 ഒക്ടോബറിൽ അന്തരിച്ച പ്രശസ്ത സിനിമാ നടൻ TP മാധവൻ. അമ്മയുടെ ആദ്യ ജനറൽ സെക്രട്ടറി ആയിരുന്ന നടൻ TP മാധവൻ. അമ്മയുടെ ആദ്യ ജനറൽ സെക്രട്ടറി ആയിരുന്ന നടൻ TP മാധവൻ. വീടുകളിൽ ഒറ്റപ്പെട്ടു പോയവർക്ക് സാന്ത്വനവും സംരക്ഷണവും ഉറപ്പാക്കുന്ന കുടുംബശ്രീയുടെ പദ്ധതിയാണ് സ്നേഹിത. വീടുകളിൽ ഒറ്റപ്പെട്ടു പോയവർക്ക് സാന്ത്വനവും സംരക്ഷണവും ഉറപ്പാക്കുന്ന കുടുംബശ്രീയുടെ പദ്ധതി സ്നേഹിത. വീട്ടിൽ വൈഫൈ കണക്ഷൻ ഉണ്ടെങ്കിൽ രാജ്യത്ത് എവിടെ പോയാലും അതിൽ നിന്നുള്ള ഇൻ്റർനെറ്റ് ഉപയോഗിക്കാവുന്ന BSNL സേവനം സർവത്ര. വീട്ടിൽ വൈഫൈ കണക്ഷൻ ഉണ്ടെങ്കിൽ രാജ്യത്ത് എവിടെ പോയാലും അതിൽ നിന്നുള്ള ഇൻ്റർനെറ്റ് ഉപയോഗിക്കാവുന്ന BSNL സേവനമാണ് സർവത്ര. കേന്ദ്ര സർക്കാരിൻ്റെ ബെസ്റ്റ് റൂറൽ ടൂറിസം വില്ലേജ് അവാർഡ് സ്വന്തമാക്കിയ കേരളത്തിലെ വില്ലേജുകൾ കുമരകം കോട്ടയമാണ്, കടലുണ്ടി കോഴിക്കോട്. കേന്ദ്ര സർക്കാരിൻ്റെ ബെസ്റ്റ് റൂറൽ ടൂറിസം വില്ലേജ് അവാർഡ് സ്വന്തമാക്കിയ കേരളത്തിലെ വില്ലേജുകളാണ് കുമരകവും കടലുണ്ടി. കുമരകം കോട്ടയത്താണ്, കടലുണ്ടി കോഴിക്കോട്. ആദ്യ മൃഗശ്മശാനം നിലവിൽ വരുന്ന കേരളത്തിലെ ജില്ല തൃശ്ശൂർ. മൃഗങ്ങൾക്കായിട്ട് ശ്മശാനം നിലവിൽ വരുന്ന കേരളത്തിലെ ജില്ലയാണ് തൃശ്ശൂർ. മെഥനോളിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യ വൈദ്യുതി നിലയം നിലവിൽ വരുന്നത്
കായംകുളം. മെഥനോളിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യ വൈദ്യുതി നിലയം നിലവിൽ വരുന്നത് കായംകുളം. പക്ഷാഘാതം നിർണ്ണയിക്കുന്നതിന് മുമ്പ് താമസം ഒഴിവാക്കി പെട്ടെന്ന് ചികിത്സ ലഭ്യമാക്കാൻ ലക്ഷ്യമിട്ട് തയ്യാറാക്കുന്ന പദ്ധതിയാണ് മിഷൻ സ്ട്രോക്ക്. പക്ഷാഘാതം നിർണ്ണയിക്കുന്നതിന് മുമ്പ് താമസം ഒഴിവാക്കി പെട്ടെന്ന് ചികിത്സ ലഭ്യമാക്കാൻ ലക്ഷ്യമിട്ട് തയ്യാറാക്കുന്ന പദ്ധതിയാണ് ഓപ്പറേഷൻ സ്ട്രോക്ക്. സംസ്ഥാന ഭിന്നശേഷി കലാമേളയുടെ വേദിയായ ജില്ല കാസർഗോഡ്. കലാമേളയ്ക്ക് നൽകിയ പേര് അഭിന്നം. സംസ്ഥാന ഭിന്നശേഷി കലാമേളയുടെ വേദിയായ ജില്ല കാസർഗോഡാണ്. കലാമേളയ്ക്ക് നൽകിയിട്ടുള്ള പേര് അഭിന്നം. കേരളത്തിലെ എറണാകുളം ജംഗ്ഷൻ മുതൽ ഷൊർണൂർ ജംഗ്ഷൻ വരെയുള്ള റെയിൽ പാതകളിൽ തീവണ്ടികൾ കൂട്ടിയിടിക്കുന്നത് ഒഴിവാക്കാൻ നിലവിൽ വരുന്ന സംവിധാനമാണ് കവച്. അപ്പോൾ എറണാകുളം ജംഗ്ഷൻ മുതൽ ഷൊർണൂർ ജംഗ്ഷൻ വരെയുള്ള റെയിൽ പാതകളിൽ തീവണ്ടി കൂട്ടിയിടിക്കുന്നത് ഒഴിവാക്കാൻ നിലവിൽ വരുന്ന സംവിധാനമാണ് കവച്. വയനാട് ദുരിതാശ്വാസത്തിനായി കേരള ബ്ലാസ്റ്റേഴ്സ് FC തുടക്കം കുറിച്ച ക്യാമ്പയിൻ ഗോൾ ഫോർ വയനാട്. വയനാട് ദുരിതാശ്വാസത്തിനായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് FC തുടക്കം കുറിച്ച ക്യാമ്പയിനാണ് ഗോൾ ഫോർ വയനാട്. മജ്ജ മാറ്റിവയ്ക്കൽ ചികിത്സയ്ക്ക് സഹായകമാകുന്ന ബോൺ മാരോ ഡോണർ രജിസ്ട്രി തയ്യാറാക്കുന്ന സംസ്ഥാനം കേരളം. മജ്ജ മാറ്റിവയ്ക്കൽ ചികിത്സയ്ക്ക് സഹായകമാകുന്ന ബോൺ മാരോ ഡോണർ രജിസ്ട്രി തയ്യാറാക്കുന്ന സംസ്ഥാനം കേരളം. കോഴിക്കോട് ആസ്ഥാനമായുള്ള ഭാരതീയ സുഗന്ധവിള ഗവേഷണ കേന്ദ്രത്തിലെ ഗവേഷകർ വികസിപ്പിച്ച പുതിയ ഇനം കുരുമുളക് IISR ചന്ദ്ര. അപ്പോൾ കോഴിക്കോട് ആസ്ഥാനമായുള്ള ഭാരതീയ സുഗന്ധവിള ഗവേഷണ കേന്ദ്രത്തിലെ ഗവേഷകർ വികസിപ്പിച്ച പുതിയ ഇനം കുരുമുളകാണ് IISR ചന്ദ്ര. സ്ത്രീ തൊഴിലിടങ്ങളിൽ നേരിടുന്ന പ്രശ്നങ്ങൾ തൊഴിൽ വകുപ്പിനെ അറിയിക്കാൻ സജ്ജമാക്കിയ കോൾ സെന്റർ സഹജ. അപ്പോൾ സ്ത്രീ തൊഴിലാളികൾ തൊഴിലിടങ്ങളിൽ നേരിടുന്ന പ്രശ്നങ്ങൾ തൊഴിൽ വകുപ്പിനെ അറിയിക്കാൻ സജ്ജമാക്കിയ കോൾ സെന്ററാണ് സഹജ. കൊച്ചിയിൽ നടന്ന 66ാമത് സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ചീഫ് മിനിസ്റ്റേഴ്സ് ട്രോഫി നേടിയ ജില്ല തിരുവനന്തപുരം. കൊച്ചിയിൽ നടന്ന 66ാമത് സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ചീഫ് മിനിസ്റ്റേഴ്സ് ട്രോഫി നേടിയ ജില്ല തിരുവനന്തപുരം. തൊട്ടിയാർ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന ജില്ല ഇടുക്കി. തൊട്ടിയാർ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന ജില്ല ഇടുക്കി. റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട പരാതികൾ പരിഹരിക്കുന്നതിനായി സംസ്ഥാന സിവിൽ സപ്ലൈസ് വകുപ്പ് ആരംഭിച്ച പദ്ധതി തെളിമ. റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട പരാതികൾ പരിഹരിക്കുന്നതിനായി സംസ്ഥാന സിവിൽ സപ്ലൈസ് വകുപ്പ് ആരംഭിച്ച പദ്ധതി തെളിമ. അനധികൃത ഖനനം തടയാൻ ഇന്ത്യയിൽ ആദ്യമായി ഡ്രോൺ സർവേ നടപ്പിലാക്കുന്ന സംസ്ഥാനം കേരളം. അനധികൃത ഖനനം തടയാൻ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഡ്രോൺ സർവേ നടപ്പിലാക്കുന്ന സംസ്ഥാനമാണ് കേരളം. ഇന്ത്യയുടെ ഇലക്ട്രോണിക് വ്യവസായ രംഗത്തെ അതികായനും പ്രമുഖ ഇലക്ട്രോണിക് ഉൽപ്പന്ന നിർമ്മാണ കമ്പനിയായ BPL ഗ്രൂപ്പ് സ്ഥാപകൻ TPG നമ്പ്യാർ. ഇന്ത്യയുടെ ഇലക്ട്രോണിക് വ്യവസായ രംഗത്തെ അതികായനും പ്രമുഖ ഇലക്ട്രോണിക് ഉൽപ്പന്ന നിർമ്മാണ കമ്പനിയായ BPL ഗ്രൂപ്പിൻ്റെ സ്ഥാപകനാണ് TPG നമ്പ്യാർ. അപ്പോൾ ഇത്രയാണ് കേരളത്തിലെ കറണ്ട് അഫെയേഴ്സ് എന്നുള്ള പാട്ടിൽ 2024 കറണ്ട് അഫെയേഴ്സാണ് നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ സപ്പോർട്ട് വേണം. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക, നോട്ട് എഴുതി വെച്ച് പഠിക്കുക. എന്തായാലും റിപ്പീറ്റായിട്ട് കണ്ടു പഠിക്കുക. എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വരുന്ന എക്സാമുകളിലൊക്കെ ഉപകാരപ്രദമായിരിക്കും. താങ്ക് യു ഓൾ.